എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല നാടനായിട്ടുള്ളൊരു ബീഫിൻ്റെ കറിയാണ്, ബീഫ് വറ്റിച്ചത്. അതിനെന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് നമുക്ക് നോക്കാം. നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് 1/2 kg കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ മൂടിയിട്ട് അത് വേവിക്കാൻ വെക്കുക. ആ ബീഫ് വേവിക്കാൻ വേണ്ടി വെക്കുക. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്തിട്ട് കുറച്ച് കാഷ്യൂവും തേങ്ങാക്കൊത്തും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്ന വരെ വറുത്തിട്ട് അത് മാറ്റി വെച്ച് കൊടുക്കാം. ഇതേപോലെ ബ്രൗൺ കളറാകുന്ന വരെ വറുത്തതിന് ശേഷം അത് മാറ്റിയിട്ട് ആ സെയിം ഓയിലിൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് കറി ലീവ്സും കായ്മുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സൈസ് നമ്മൾ സാധാ ഉള്ളി നേരിയതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ സമയത്ത് തന്നെ വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് വറുത്തെടുക്കുക. തേങ്ങയിലേക്ക് ഒരു ചെറിയ പീസ് ഉള്ളിയും വലിയ ജീരകം ഇട്ടിട്ടാണ് ഞാൻ വറുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വറുക്കാം. ഞാൻ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് തേങ്ങ വേറെ അടുപ്പിൽ വെച്ചിട്ട് വറുക്കുന്നത്. തേങ്ങ നന്നായിട്ട് നല്ല ബ്രൗൺ കളറിനായി കഴിഞ്ഞാൽ അത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഉള്ളി വഴറ്റിയിട്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് എനിക്ക് മറന്നു പോയതുകൊണ്ടാണ് ഉള്ളി വഴറ്റിയ ശേഷം ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി. നിങ്ങൾ ഉള്ളിയെല്ലാം വഴറ്റുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് നന്നായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത തേങ്ങ അരച്ച് വെച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ല നല്ല തിക്ക് ഗ്രേവിയാണ് വേണമെങ്കിൽ അതേപോലെ ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് വറ്റി വന്നിരിക്കുകയാണ്. അത് ഗ്രേവി വേണമെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിന്. ഗ്രേവി ഇല്ലാണ്ട് നല്ല വറ്റിച്ചിട്ടെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇങ്ങനെ കുറച്ച് ജെർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ട്രൈപോഡിന് ചെറിയൊരു പ്രശ്നം വന്നുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് എടുക്കുന്നതാണ്. വീഡിയോ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. ഇത് നമ്മളെ ബീഫ് വറ്റിച്ചത് റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്.
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.